സുഹൃത്തെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതായാലും ഈ മാസം ആരംഭിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഈ മാസത്തെ കാര്യങ്ങൾ കുറച്ച് നോക്കാം. നോക്കുന്നത് ഈ മാസത്തെ താങ്കളുടെ തീം എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. താങ്കളുടെ തീം, താങ്കളുടെ സിറ്റുവേഷൻ, താങ്കളുടെ എനർജി, താങ്കളുടെ തീം ഇതാണ് ഒന്നാമത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് താങ്കളുടെ ആരോഗ്യമാണ്. മൂന്നാമത്തെ കാർഡ് താങ്കളുടെ കരിയറാണ്. നാലാമത്തെ കാർഡ് താങ്കളുടെ റിലേഷൻഷിപ്പാണ്. അഞ്ചാമത്തെ കാർഡ് താങ്കളുടെ വ്യക്തിത്വ വികസനത്തിന് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം താങ്കളുടെ ഈ മാസത്തെ വ്യക്തിത്വ വികസനം, താങ്കളുടെ ഈ മാസത്തെ എന്താണുള്ള താങ്കളുടെ ഈ മാസത്തേക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡ് താങ്കളുടെ ഇപ്പോഴത്തെ താങ്കളുടെ എനർജി, താങ്കളുടെ തീം ഇതാണ് മജീഷ്യൻ. ഐ ആം ഡൂയിങ്, എന്താ അതിൻ്റെ മീനിങ്? താങ്കൾക്ക് എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 4 എലമെൻസും താങ്കൾക്ക് കാണാവുന്നതാണ്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു ദണ്ടാണ്, മാന്ത്രികദണ്ട്. ആ തലയ്ക്ക് മുകളിൽ കാണുന്ന 8 എന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ്. കപ്പുണ്ട്, വെള്ളം. വാളുണ്ട്, സോഡ്, എയറാണ്. പെൻഡക്കിളുണ്ട്, പിന്നെ വാൺസ് ഉണ്ട്, ഫയർ. അപ്പോൾ എല്ലാ എലമെൻസും അദ്ദേഹത്തിൻ്റെ മജീഷ്യൻ്റെ അടുക്കലുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ചുവപ്പ് ഡ്രസ്സ് ഫാഷൻ്റെയാണ്. വൈറ്റ് ഡ്രസ്സ് ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ പരിശുദ്ധിയാണ്. പുറകിൽ കാണുന്ന യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സ് സപ്പോർട്ടാണ്. താഴെ കാണുന്ന റിച്ച്നെസ്, അതും വളരെയധികം മനോഹരമാണ്. അപ്പോൾ എന്തുകൊണ്ടും താങ്കൾക്ക് ഈ മാസം താങ്കളുടെ എനർജി വളരെ ഹൈ ലെവൽ എനർജിയാണ്. താങ്കൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ താങ്കൾ വളരെ ആക്റ്റീവാണ്. താങ്കൾ വളരെ എന്തും ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു തീമിലാണ് നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്കളുടെ ആരോഗ്യം എന്താണെന്ന് ചോദിച്ചു. ഇതാണ് താങ്കളുടെ ആരോഗ്യത്തിൻ്റെ കാർഡ്. തീർച്ചയായിട്ടും താങ്കൾ നല്ലൊരു ആരോഗ്യമാണ്. താങ്കൾ കുടുംബപരമായിട്ട് നല്ലൊരു രീതിയിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. താങ്കളുടെ നല്ലൊരു ആരോഗ്യം തന്നെ ഈ കാർഡ് കാണിക്കുന്നത്. ഹെൽത്ത് വളരെ ക്ലിയറാണ്, നല്ല ഹെൽത്താണ്. പിന്നെ താങ്കളുടെ കരിയർ എന്താണെന്ന് ചോദിച്ചു. ഇതാണ് കരിയർ. താങ്കൾക്ക് ഈ മാസം നല്ല വർക്കും വരുന്നുണ്ട്. അതേപോലെ നല്ല ഫിനാൻഷ്യലും താങ്കൾക്ക് ശരിക്കും കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏത് വിഭാഗത്തിലാണ് താങ്കൾ വർക്ക് ചെയ്യുന്നത്, ആ വിഭാഗത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് ആ വർക്ക് ചെയ്യുന്നതനുസരിച്ച് താങ്കൾക്ക് നല്ല സാമ്പത്തികം ലഭിക്കുന്നതാണ് ഈ മാസം. ഈ ജോലിപരമായിട്ട് വളരെ നല്ലതാണ്, കരിയർ വളരെ നല്ലതാണ്. പിന്നെ താങ്കളുടെ റിലേഷൻഷിപ്പാണ് ചോദിച്ചു. പിന്നെ താങ്കളുടെ വ്യക്തിത്വ വികാസം ചോദിച്ചു. അപ്പോൾ താങ്കളുടെ റിലേഷൻഷിപ്പ് ഇതാണ് താങ്കളുടെ റിലേഷൻഷിപ്പ് കാണിച്ചത്. അപ്പോൾ താങ്കളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. താങ്കൾ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ താങ്കളുടെ വ്യക്തിയായിട്ട് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വേറെ കുഴപ്പമില്ല, പരസ്പരം ഒന്നിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ് താങ്കൾ ഈ മാസം താങ്കൾക്ക് കാണുന്നത്. പിന്നെ താങ്കളുടെ വ്യക്തിത്വ വികാസം വെച്ചാൽ ഇതാണ്. താങ്കൾ അടിച്ചു വിളിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ താങ്കൾ അതിൽ നിന്നൊക്കെ പിന്മാറി കുറച്ച് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. സ്വന്തം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഭാവിയിലേക്കുള്ള, അതായത് താങ്കളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല വ്യക്തിത്വ വികാസത്തിനും സാമ്പത്തികമായിട്ട് ഉന്നമനത്തിനൊക്കെ ശ്രദ്ധ കൊടുക്കുക. അതാണ് പറയുന്നത്. ഇവിടെ അടിച്ചു വിളിച്ച് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതല്ല താങ്കൾക്ക് വേണ്ടതെന്ന് പിന്മാറി നന്നായിട്ട് താങ്കളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഏകദേശം കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതാണ്. ഇതാണ് ഒരു മാസത്തേക്കുള്ള തീമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് ഈ മാസം എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലതാണ്. താങ്കൾക്ക് എന്തും മാനിഫെസ്റ്റ് എടുക്കാവുന്ന കാര്യമാണ്. താങ്കളുടെ എനർജി വളരെ ഹൈ ലെവലാണ്. അതേപോലെ താങ്കൾക്ക് കുടുംബപരമായിട്ട് നല്ലൊരു ആരോഗ്യത്തിൻ്റെ അകത്ത് നല്ലൊരു ഫാമിലി കാരായിട്ടിരിക്കുന്നത്. അതേപോലെ താങ്കളുടെ റിലേഷൻഷിപ്പ് നല്ലതാണ്. പിന്നെ അതേപോലെ സാമ്പത്തികം, കരിയർ നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം വെച്ചാൽ താങ്കൾ കൂടുതൽ അടിച്ചു വിളിക്കാതെ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് അധികം ഒത്തിരി ടൈം പാസ്സായി വെറുതെ കളയാതെ കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കുക. അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. അതാണ് താങ്കളുടെ വ്യക്തിത്വ വികാസത്തിന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഈ മാസം താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മാസത്തെ താങ്കളുടെ തീം ഇതാണ്. ഓക്കെ, താങ്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് മറ്റുള്ളവർക്ക് കൊടുത്തത് ഷെയർ ചെയ്തൊന്ന് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. റീഡിങ്ങിൽ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ ഓരോ വീഡിയോയിലും കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അതേപോലെ ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം അതായത് അതൊരു ബഡ്ജറ്റ് ബുക്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എഴുതുന്നുണ്ടെന്നും വരവ് എഴുതിയിട്ട് അവിടെയും താങ്ക്സ് എഴുതുക, ചിലവ് എഴുതിയിട്ട് അവിടെയും താങ്ക്സ് എഴുതുക. അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിറക്കിൾ സംഭവിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തൽക്കാലം നിങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ ഒരു ബുക്ക് വാങ്ങിച്ചെഴുതി തുടങ്ങുക. അതേപോലെ നിങ്ങൾക്ക് ജേണൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ജേണൽ എഴുതാവുന്നതാണ്. രാവിലെ തന്നെ അതിൽ കുറച്ച് പോസിറ്റീവ് വാക്കുകൾ കേൾക്കുക. നിങ്ങളെ സ്വയം ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസിബിളാണ്. നമ്മുടെ ലൈഫ് ആരും നോക്കാൻ മറ്റുള്ളവർ വരത്തില്ല. നമ്മൾ കരഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചാൽ അതിനോട് ആർക്കും അത്ര താല്പര്യം ഉണ്ടാകത്തില്ല. അവരുടെ ഉള്ളിൽ സന്തോഷിക്കത്തേ ഉള്ളൂ. നമ്മൾക്ക് സന്തോഷം വേണമെങ്കിൽ നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ നമ്മൾ തന്നെ ഉയർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ലൈഫ് ഈസ് അവർ റെസ്പോൺസിബിൾ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.